രാവിലെ ഞാനിവിടെ വന്ന് 2 കസേരയൊക്കെ എടുത്തിട്ട് ഈ പരിപാടിയുടെ സംഘാടനം നടന്ന സജീഷിനോടൊപ്പം 2 കസേരയൊക്കെ എടുത്തിട്ടാണ് ഞാൻ പഴയ സമാധാനത്തിലേക്ക് തിരിച്ചുള്ളത്. തീർച്ചയായും നാട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ നാട് ഓർമ്മയുടെ സ്ഥലമായി മാറും. ഓർമ്മയാണ് പലപ്പോഴും കഥയുടെ അടിസ്ഥാനമായിരിക്കുന്നത് ഓർമ്മയാണ്. അതുകൊണ്ട് ആ ഓർമ്മയിലേക്ക് സഞ്ചരിക്കാതെ എനിക്ക് പുസ്തകത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയില്ല എന്ന് ഇവിടെ കുഞ്ഞിരാമാഷിരിക്കുന്നുണ്ട്. ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമായിട്ട് ഇതിനെ ഞാൻ കാണുന്നത് മാഷുടെ സാന്നിധ്യം കൊണ്ടുകൂടിയാണ്. മാഷ് 5ാം ക്ലാസ്സിൽ നിന്ന് പകർന്നു തന്ന മാധുര്യം നിറഞ്ഞ സാഹിത്യ ബോധമാണ് ഒരുപക്ഷെ പിൽക്കാലത്ത് കേരളത്തിലുടനീളം സാഹിത്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. മാഷാണ് ആദ്യം കഥ പറഞ്ഞത്. കഥ ഇത്രയും മധുരതരമായി കേൾക്കുന്നത് മാഷാണ്. മാഷുടെ 5ാം ക്ലാസ്സിലെ ഓർമ്മ പറയുകയാണെങ്കിൽ അന്ന് ഒരു മലയാളം സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ മലയാളം സെക്കൻഡ് എന്നാണല്ലോ എന്ന് പറയാം. ഉപപാഠ പുസ്തകം ദശപുഷ്പങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ പുസ്തകം 5ാം ക്ലാസ്സിൽ അവതരിപ്പിച്ചപ്പോൾ ആ പുസ്തകം കിട്ടാൻ വേണ്ടി ഞങ്ങളൊക്കെ കാത്തിരുന്നു. അവസാനം പുസ്തകം വരുന്നതിന് മുമ്പേ തന്നെ കുഞ്ഞിരാമാഷ് ക്ലാസ് വന്നു. മാഷ് അതിലെ അതിമനോഹരമായൊരു കഥ വളരെയേറെ മനോഹാരിതയോടുകൂടി, നിങ്ങൾക്കറിയാം ഓരോരുത്തർക്കും അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, അത്രയേറെ സ്പർശിതമായി ടച്ചിങ് ആയിട്ട് മാഷ് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ആ